മെനഞ്ഞാന്ന് പരിശോധിക്കുമ്പോൾ നിങ്ങൾ കാണാൻ വേണ്ടി കഴിയും, അന്താരാഷ്ട്ര രംഗത്ത് ക്രൂഡ് ഓയിൽ വില കുറഞ്ഞിരിക്കുകയാണ്. $120 നിന്ന് $97.6 കുറഞ്ഞ ദിവസമല്ലേ ഈ വില വർദ്ധിപ്പിച്ചത്? എന്ത് ന്യായീകരണ? അപ്പോൾ വില വർദ്ധിക്കുന്നതിന് ആധാരമായിട്ടുള്ള അന്താരാഷ്ട്ര സ്ഥിതി, പശ്ചിമേഷ്യയിലെ സംഘർഷം, അതുപോലെയുള്ള കാര്യങ്ങൾ, അത് ഉണ്ടാക്കുന്നതിൽ മോഡിക്ക് എന്താ പങ്ക്? അമേരിക്കയുടെ കൂടെ ചേർന്ന് ലോകത്ത് ഒരു രാജ്യവും ചെയ്യാത്ത രൂപത്തിൽ അമേരിക്കയുടെ കൂടെ ചേർന്ന് പശ്ചിമേഷ്യൻ സംഘർഷം ഉണ്ടാക്കിയതാരാ? നരേന്ദ്രമോദി കൂടി ചേർന്നില്ലല്ലേ? എന്നിട്ട് പശ്ചിമേഷ്യൻ സംഘർഷത്തിൻ്റെ പേര് പറഞ്ഞ് വർദ്ധിപ്പിക്കുന്ന ഈ വില, നേരത്തെ വില കുറഞ്ഞ സമയത്ത് വില കുറയ്ക്കാൻ അവർ സന്നദ്ധമായിട്ടില്ലല്ലോ. ഇപ്പോഴാവട്ടെ ക്രൂഡ് ഓയിലിൻ്റെ വില കുറഞ്ഞപ്പോഴല്ലേ ഈ വില കൂട്ടുന്നത്. ഇനി ഇതിനോടെടുക്കുന്ന കോൺഗ്രസിൻ്റെ നിലപാട് ഞാൻ ചോദിക്കട്ടെ, ഈ കഴിഞ്ഞ 5 കൊല്ലക്കാലത്ത് എപ്പോഴെങ്കിലും രാജ്യത്തിനകത്തുള്ള വിലക്കയറ്റത്തിന് ഏതെങ്കിലും നിലക്ക് കേന്ദ്രത്തിന് ഉത്തരവാദിത്വമുണ്ട് എന്ന് ഒരു വാക്കുരിയാടാൻ ഈ കോൺഗ്രസിന് കേരളത്തിൽ സാധിച്ചിട്ടുണ്ടോ? അവർക്ക് LDFനെ കുറ്റപ്പെടുത്തുക, അതിനുവേണ്ടി മാത്രമല്ലേ അവർ കാര്യങ്ങൾ ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നെ നിങ്ങൾക്ക് വളരെ വ്യക്തമായ നിലക്ക് തന്നെ കാണാൻ വേണ്ടി കഴിയും, ഇവിടെ കോൺഗ്രസും BJPയും ചേർന്നുണ്ടാക്കിയിരിക്കുന്ന സ്വകാര്യ കമ്പനികൾക്ക് വില നിശ്ചയിക്കാൻ അധികാരം സംബന്ധിച്ച് എന്തേ ഉണ്ടാട്ടമില്ല, അവർക്ക് പറയാൻ വേണ്ടി കഴിയണ്ടേ? പിന്നെ രാജ്യത്ത് രൂപയുടെ വില കണ്ടമാനം കുറയാണ്, അത് വിലക്കയറ്റത്തിന് കാരണമല്ലേ? ഞാൻ ചോദിക്കട്ടെ, ഇവിടെ നരേന്ദ്രമോദി ഗവൺമെൻറ് വരുമ്പോൾ ഒരു ഡോളറിൻ്റെ വില എത്രയാ രൂപക്ക്? നിങ്ങൾ കാണാൻ കഴിയും 61 രൂപയാണ്. ഇന്നത്തെ വില എത്രയാ? 95.9, 96 രൂപയാണ്. ഈ രൂപയുടെ വില കുറയുന്നതിന് ആരാ കാരണം? അതിനെ സംബന്ധിച്ച് എന്തേ കോൺഗ്രസ് മിണ്ടാതിരിക്കുന്നത്? കോൺഗ്രസ് ആണ് ഇന്ത്യയിലെ പ്രധാന പ്രതിപക്ഷം. ഞാൻ ചോദിക്കട്ടെ, പിന്നിട്ട് പോയിട്ടുള്ള 10 വർഷക്കാലമായിട്ട് രാജ്യത്തിലെ രൂപയുടെ വില കണ്ടമാനം ഇടിച്ചു താഴുന്ന ഒരു നില വരുമ്പോൾ ഒരക്ഷരം ഉരിയാടാൻ നട്ടൽ കാണിച്ച പാർട്ടിയാണോ ഈ കേരളത്തിലുള്ള കോൺഗ്രസ്? ഇവിടെ എന്തെങ്കിലും അത്തരം കാര്യങ്ങൾ പറയാനോ സമരം ചെയ്യാനോ അവരുണ്ടായിട്ടുണ്ടോ? അപ്പോൾ അവർക്ക് അതൊന്നും ഒരു വിഷയമല്ല. അധികാര കസേര വരുന്നതിന് വേണ്ടി ഇത്തരം വിഷയങ്ങൾ ഉപയോഗിക്കുക എന്നുള്ളതല്ലാതെ അവർക്ക് ജനകീയ പ്രശ്നങ്ങൾ ഒരു വിഷയമേ അല്ല. അത്തരം കാര്യങ്ങൾ അവർ അലക്ഷ്യതയില്ല. ഇപ്പോൾ ഞങ്ങൾ LDFൻ്റെ ഗവൺമെൻറ് ഭരിക്കുന്ന കാലത്തും കേന്ദ്രം ഉണ്ടാക്കിയ വിലക്കയറ്റത്തിനെതിരായിട്ട് സമരം നടത്തിയിട്ടുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.